Hello students, welcome to this channel. Today we are going to discuss the topic about isomorphism. നേരത്തെ തന്നെ നമ്മൾ സെമി ഗ്രൂപ്പ് മോണോയിഡ് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി അതെല്ലാം അറിയാമെങ്കിൽ മാത്രമേ അടുത്ത അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഐസോമോർഫിസം നോക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഡെഫിനിഷൻ നോക്കാം, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടി നോക്കാം. So first of all, first definition is let S, star and T, star dash be two semi groups. രണ്ട് സെമി ഗ്രൂപ്പ് എടുക്കുന്നു. അതിൽ സെമി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്, ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. ആദ്യത്തെ കണ്ടീഷൻ ക്ലോഷർ, രണ്ടാമത്തത് അസോസിയേറ്റീവ്. ഇതിൻ്റെ ഡെഫിനിഷൻ നേരത്തെ ഉള്ള വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സെറ്റ് എസ് സ്റ്റാർ ടി സ്റ്റാർ ഡാഷ് എടുക്കുന്നു. അത് ഒരു സെമി ഗ്രൂപ്പ് ആണ് എന്ന് പറഞ്ഞാണ് നമ്മൾ എടുക്കുന്നത്. അന്നേരം എന്താണ്, അതിൽ ക്ലോഷർ പ്രോപ്പർട്ടി ട്രൂ ആണ്, അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും ട്രൂ ആണ്. അപ്പോൾ ലെറ്റ് us define a function f from s to t, that means from star to star dash ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. is called an isomorphism from s, star to t, star dash if it is a one-to-one correspondence from s to t. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ഐസോമോർഫിസം ആണെങ്കിൽ അതിൽ 1-to-1 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ വേറൊരു രണ്ടാമത്തെ കണ്ടീഷൻ എഫ് ഓഫ് എ സ്റ്റാർ ബി ഈക്വൽ ടു എഫ് ഓഫ് എ സ്റ്റാർ ഡാഷ് എഫ് ഓഫ് ബി. ഈ രണ്ട് കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്താൽ, അപ്പോൾ 1-to-1 എന്ന് പറയുമ്പോൾ എന്താണ്, ലെറ്റ് us take two elements a and b belongs to, or a1 and a2 belongs to s, means we will be given the condition that if f of a1 is equal to f of a2, which implies a1 is equal to a2 എന്ന് നമുക്ക് വരുവാണെങ്കിൽ we can say that 1-to-1 condition is true. Then the second condition is f of a star b equal to f of a star dash f of b for all a b belongs to s. So definition ആദ്യ രണ്ട് സെറ്റ് എടുക്കണം, എന്നിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, അതും ഫ്രം എസ് ടു ടി, അതായത് ഫ്രം സ്റ്റാർ ടു സ്റ്റാർ ഡാഷ് ഡിഫൈൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഒരെണ്ണം 1-to-1 ആയിരിക്കണം, രണ്ടാമത്തത് എഫ് ഓഫ് എ സ്റ്റാർ ബി ഈക്വൽ ടു എഫ് ഓഫ് എ സ്റ്റാർ ഡാഷ് എഫ് ഓഫ് ബി. ഇനി ഐസോമോർഫിസം ആണെങ്കിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പൽ ഇങ്ങനെ ഈക്വലൻസ് സിമ്പൽ, നമ്മൾ ലോജിക്കൽ ഈക്വലൻസിലൊക്കെ ചെയ്തതുപോലെ തന്നെ അതേപോലെ തന്നെ അതേ സിമ്പൽ തന്നെയാണ് ഐസോമോർഫിക് ആണെങ്കിൽ. യു ക്യാൻ റൈറ്റ് ഇൻ ദിസ് ഫോർമാറ്റ്. നൗ ദ നെക്സ്റ്റ് വൺ ഇസ്, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ രണ്ട് സെമി ഗ്രൂപ്പ് തന്നാൽ അത് ഐസോമോർഫിക് ആവണം എങ്കിൽ അതായത് മെയിനായിട്ട് പ്രോബ്ലമാറ്റിക് മെത്തേഡിൽ നോക്കുമ്പോൾ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതായത് ഫസ്റ്റ് വി ഹാവ് ടു ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ് ഫ്രം എസ് ടു ടി, ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ് ഫ്രം എസ് ടു ടി വിത്ത് ദ ഡൊമൈൻ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എസ്, അതായത് റേഞ്ച് എല്ലാം എസിലുള്ള എലമെൻറ്റ്സ്, അതായത് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ ഫ്രം എസ് ടു ടി, ദാറ്റ് മീൻസ് ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു എല്ലാം ഈ സെറ്റിലുള്ള എലമെൻറ്റ്സ് തന്നെയായിരിക്കണം, എസിലുള്ള എലമെൻറ്റ്സ് തന്നെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതായിരിക്കണം. സോ ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു എസ് ആയിരിക്കണം. ഇതിലുള്ള എസിലുള്ള എലമെൻറ്റ്സിന് തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതും. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എഫ് ഇസ് 1-to-1, മൂന്നാമത്തെ കണ്ടീഷൻ എഫ് ഇസ് ഓൺ ടു, നാലാമത്തെ കണ്ടീഷൻ എഫ് ഓഫ് എ സ്റ്റാർ ബി ഈക്വൽ ടു എഫ് ഓഫ് എ സ്റ്റാർ ഡാഷ് എഫ് ഓഫ് ബി. അങ്ങനെ 4 കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ തന്നെ ഡിഫൈൻ ചെയ്യും. ഡിഫൈൻ ചെയ്യുമ്പോൾ എസിലാണ് നമ്മൾ എലമെൻറ്റ്സ് എടുക്കുന്നതും ആ എലമെൻറ്റ്സിൻ്റെ ഇമേജാണ് നമ്മൾ നോക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഡൊമൈൻ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പറയുന്നതെല്ലാം എസിലുള്ള എലമെൻറ്റ്സിനെ കുറിച്ച് മാത്രമാണ്. എസിൽ എലമെൻറ്റ്സ് എടുത്തിട്ടാണ് ആ മാപ്പിംഗ് റിലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുന്നത്. അതേപോലെ എഫ് ഇസ് 1-to-1, 1-to-1 കണ്ടീഷൻ എന്താണ്, എഫ് ഓഫ് എ വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ടു, which implies a1 is equal to a2, ഈ ഒരു കണ്ടീഷൻ. അടുത്തത് എഫ് ഇസ് ഓൺ ടു എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു ബി, അതായത് ബിയിലുള്ള എലമെൻറ്റ്സിനെല്ലാം സെറ്റ് എ ബി, അതായത് എസും ടിയുമാണ് നമ്മളിങ്ങനെ എടുക്കുന്നതെങ്കിൽ ടിയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും എസിൽ പ്രീ ഇമേജ് ഉണ്ടാവണം. ടിയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും എസിൽ ഒരു പ്രീ ഇമേജ് എങ്കിലും ഉണ്ടായിരിക്കണം. സോ
we say that the function is onto. അടുത്തത് നാലാമത്തെ കണ്ടീഷൻ f of a star b equal to f of a star dash f of b. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിസിലൊരു എക്സാമ്പിൾ നോക്കാം. സോ ഒരു സെറ്റ് തരുന്നുണ്ട്. അപ്പോൾ അതായത് t is the set of all even integers. അപ്പോൾ let s be a semi group z, plus and t, plus or isomorphic. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് സെമി ഗ്രൂപ്പ് എടുക്കുന്നത്? സെമി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ബൈ ഡെഫിനിഷൻ ക്ലോഷർ പ്രോപ്പർട്ടി അവിടെ ട്രൂ ആണ്, അസോസിയേറ്റീവും ട്രൂ ആണ്. പിന്നെ ബൈനറി ഓപ്പറേഷൻ ഇവിടെ തന്നിരിക്കുന്നത് സ്റ്റാർ ഡിനോട്ട് ചെയ്യുന്നതും പ്ലസ് തന്നെയാണ്, സ്റ്റാർ ഡാഷ് ഡിനോട്ട് ചെയ്യുന്നതും പ്ലസ് തന്നെയാണ്. വി ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ് ഫ്രം ഇസഡ് ടു ടി ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കുന്ന ഇസഡ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ്. ഇസഡ് ഡിനോട്ട്സ് ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് മീൻസ് ഇറ്റ് ടേക്സ് ദ വാല്യൂസ് ആസ് 0, plus or minus 1, plus or minus 2, etc. Now, ഇനി ഇതിൽ നമ്മൾ ഇറ്റ് ഈസ് ഡിഫൈനിങ് എ ഫംഗ്ഷൻ എഫ് ഫ്രം z to t ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ t ഡിനോട്ട്സ് ദ സെറ്റ് ഓഫ് ഓൾ ഈവൻ ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ, അതായത് ബൈ ഡെഫിനിഷൻ വി ഹാവ് ടു സീ ടു കണ്ടീഷൻസ്, ബട്ട് നോർമലി ഇഫ് ടു സെമി ഗ്രൂപ്പ്സ് ആർ ഐസോമോർഫിക് വി ഹാവ് ടു വെരിഫൈ 4 of the conditions. First condition, define a function f from s to t with the domain of f is equal to yes. So define a function. So with the domain of a function, so ഇവിടെ ഞാൻ f of a is equal to a എന്ന് പറഞ്ഞു, where a belongs to z ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ z ഏതൊരു ഇൻറ്റിജർ ആണെങ്കിലും ആ ഇൻറ്റിജർ ഞാനിവിടെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം? t എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഈവൻ നമ്പേഴ്സിനെ ട്വൈസ് ദ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വെൻ യു മൾട്ടിപ്ലൈ 2 വിത്ത് റെസ്പെക്ട് ടു, അതായത് ഏറ്റവും ലീസ്റ്റ് എലമെൻ്റ് ആയ 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്താണ്? ഇറ്റ് ഈസ് ഈവൻ. ഇപ്പോൾ 2ൻ്റെ കൂടെ നമ്മൾ ഏതൊരു വലിയ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും അത് ഈവൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ എ ബിലോങ്സ് ടു ഇസഡിൽ എടുത്താൽ അത് ടിയിൽ ഡിഫൈൻ ആയി വരണം. അതായത് 2a belongs to t and a belongs to z. That is the condition. ഇനി രണ്ടാമത്തത് 1-to-1 ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 1-to-1 ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? a1 f of a1, let f of a1 is equal to f of a2. So we have assumed that f of a equal to എന്താണ്? 2a. അപ്പോൾ ഇവിടെ f of a1 എന്ന് പറയുമ്പോൾ 2a1 and also f of a2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2a2. അപ്പോൾ 2 gets cancelled. You will get a1 equal to a2. Therefore we are getting the condition f of a1 is equal to f of a2, which implies a1 is equal to a2. Therefore f is a 1-to-1 function. Now coming to the third one is f is onto. F is onto means every element in the set T, every element in the set T has a pre-image എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ടിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും? ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. സോ ഐ എം ടേക്കിംഗ് an element from T. That means T is even. So അതായത് let B belongs to T എന്ന് ഞാൻ എടുക്കുവാണ്. അതായത് B is an even integer. B even ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ A എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ കറസ്പോണ്ടിങ് മാപ്പിങ്ങിൽ വരുന്ന അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്, അതായത് ടിയുടെ പ്രീമേജ് എല്ലാം ചിലപ്പോൾ ഈവൻ ആയിരിക്കാം, ചിലപ്പോൾ ഓഡ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും? വി ഹാവ് ടു ഷോ ദാറ്റ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ബി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതായത് എ ഈക്വൽ ടു ഏത് വാല്യൂ കൊടുത്താൽ ആയിരിക്കും എഫ് ഓഫ് എ ഈക്വൽ ടു ബി വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് അനുസരിച്ച് സ്യൂട്ടബിളായിട്ട് ഒരു ആൻസർ നമ്മൾ സെലക്ട് ചെയ്യണം. ലെറ്റ് എ ഈക്വൽ ടു, ഇവിടെ ഞാനിതിപ്പോൾ ഇങ്ങനെ പറയാം ആദ്യം, എന്നിട്ട് രണ്ടാമതൊരു കണ്ടീഷൻ കൂടി പറയാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ലെറ്റ് എ ഈക്വൽ ടു ബി ബൈ 2. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എ ഈക്വൽ ടു ബി ബൈ 2 എന്തിനാ എടുക്കുന്നേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കറിയില്ല എന്താണ് നമ്മളിവിടെ എടുക്കേണ്ടത് എന്നുള്ളത്. അതായത് ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്കിവിടെ എന്താ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ ഈക്വൽ ടു ബി ബൈ 2, അത് എയിലുള്ളതെല്ലാം എന്താണ്? ഇസെറ്റ് ആണ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. അപ്പോൾ എ ഈക്വൽ ടു ബി ബൈ 2 ഞാൻ എടുത്താൽ അതൊരു ഇൻറ്റിജർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന നമ്പർ എന്തായാലും
എന്തുകൊണ്ട് b/2 എന്നെടുക്കുന്നു? b എന്തായാലും നമ്മളിപ്പോൾ എന്താ എടുത്തിരിക്കണേ? ഈവൻ ആണ്. എനി ഈവൻ നമ്പർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ആ നമ്പർ തീർച്ചയായിട്ടും 2ൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഓഡായിരിക്കാം, ചിലപ്പോൾ അത് ഈവൻ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും വരാം. സപ്പോസ് ഇഫ് ഐ ഗെറ്റ് ലൈക്ക് ദിസ് 18 divided by 2, when I cancel I'll be getting a 9. 9 means also it is an integer which belongs to z. അപ്പോൾ സിൻസ് b is even it is divisible by 2. ഇത് ഒരു റീസൺ. അപ്പോൾ f of a equal to എങ്ങനെ എടുക്കാം? f of a equal to എന്താണ്? b/2 അല്ലേ? b/a instead of a substitute b/2. So already we have defined that f of a is equal to 2a. അപ്പോൾ aക്ക് പകരം f of b/2 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 2 into b/2. അപ്പോൾ 2 ക്യാൻസൽ ആവുന്നുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു b. അപ്പോൾ b എന്ന് പറഞ്ഞ് ഏതൊരു എലമെൻ്റ് എടുത്താലും where b belongs to t and a belongs to z, ഞാനിവിടെ ബിയിൽ ഏത് എലമെൻ്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഇസഡിൽ ഉണ്ടാവണം. സോ ദസ് എഫ് ഇസ് ഓൺ ടു. ശരി, ഇനിയിപ്പോൾ ഞാൻ ഇതിനെ വേറൊരു രീതിയിൽ പറയാം. അതായത് എഫ് ഓഫ് എ ഈക്വൽ ടു ബി ആണല്ലോ ഓൺ ടുവിൻ്റെ കണ്ടീഷൻ. നമ്മൾ എഫ് ഓഫ് എ എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അതായത് 2a ഇസ് ഈക്വൽ ടു ബി ആണല്ലോ. അപ്പോൾ അന്നേരം എ ഈക്വൽ ടു എന്താണ്? b/2 ആണല്ലോ. സോ നൗ ഐ ക്യാൻ റൈറ്റ് ദാറ്റ്. ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരുന്നുണ്ട്. എ ഈക്വൽ ടു b/2 എങ്ങനെ എടുക്കും, എന്തിനാ എടുക്കുന്നേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡൗട്ട് വരും. അപ്പോൾ ആ എങ്ങനെ എടുക്കണം എന്നുള്ളതിന് പകരം ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, അതായത് തിങ്ക് റിവേഴ്സ്ലി. എഫ് ഓഫ് എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ 2a ഈക്വൽ ടു ബി വിച്ച് മീൻസ് ദാറ്റ് എ ഈക്വൽ ടു b/2. ഇങ്ങനെ ഒരു വാല്യൂ എടുത്തിട്ട് തിരിച്ചിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a equal to b/2 which belongs to z. That means b is even. b even ആണെങ്കിൽ b/2 എന്ന് പറയുമ്പോൾ it will be surely divisible by 2. അപ്പോൾ f of a equal to 2 into b/2. ഇപ്പം നിങ്ങൾ തിരിച്ചിവിടെ എഴുതുക. അപ്പോൾ ഇത് നിങ്ങൾ ഷോർട്ട് കട്ട് പോലെ, ഇതൊരു ഷോർട്ട് കട്ട് പോലെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. സോ യു ക്യാൻ റിമെമ്പർ ദീസ് തിങ്സ്. ദീസ് ആർ ഓൾ സ്മോൾ ടിപ്സ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എ ഈക്വൽ ടു b/2. അല്ലാതെ ആണെങ്കിൽ എ ഈക്വൽ ടു b/2 എങ്ങനെ എടുക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. സോ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ്. The next one is, last step is show that f of, we have to show that what? The last condition f of a star b equal to f of a star dash f of b. അപ്പോൾ ഇവിടെ സ്റ്റാറിന് പകരം നമുക്കിവിടെ എന്താണ്? അഡീഷൻ. അപ്പോൾ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? f of a plus b equal to f of a plus f of b. അപ്പോൾ f of a plus b equal to എന്താണ്? By definition f of a is equal to 2a. Therefore you can rewrite this as 2 into a ക്ക് പകരം ഇവിടെ a plus b. So now multiply this 2 inside. So 2a plus 2b. Already 2a means it is f of a, which means that similarly 2b also will be f of b. So therefore നമുക്കിവിടെ വരുന്നത് എന്താണ് കണ്ടീഷൻ? f of a plus b is equal to f of a plus f of b, which means that the condition is true. So we can say the fourth condition is true. നമ്മുടെ fourth condition എന്താണ്? What is the fourth condition? See here, the fourth condition is you have to show that f of a star b equal to f of a star dash f of b. ഇവിടെ സ്റ്റാർ ഡാഷിന് പകരം സ്റ്റാറും അഡിഷൻ തന്നെ, സ്റ്റാർ ഡാഷും എന്താണ്? അഡിഷൻ തന്നെയാണ്. അപ്പോൾ hence we can say that z comma plus and t comma plus or isomorphic semi groups. Okay, now there is another theorem. Let s comma star and t comma star dash be monoids with identity. With monoid means it satisfies 3 conditions. What are the 3 conditions? First one, if it is a monoid, it satisfies 3 conditions. It is first one is the closure property is true. The next one, identity is true, and associative property is also true. So closure is true, associative property is true, and identity is true. If these 3 properties are satisfied, then we can say that it is a monoid. So ഇതാണ് മോണോയിഡിൻ്റെ ഡെഫിനിഷൻ. ഓൾറെഡി ഇത് പഠിപ്പിച്ചു കഴിഞ്ഞു. എന്നാലും ഞാനിവിടെ പുതിയതായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഡൗട്ട് വരും, എന്താണ് മോണോയിഡ്? മോണോയിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കിയാലേ നമുക്കിവിടെ എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. സോ എസ് കൊമ സ്റ്റാർ ആൻഡ് ടി കൊമ സ്റ്റാർ ഡാഷ് ബി 2 മോണോയിഡ്സ്. അപ്പോൾ ഈ
മൂന്ന് കണ്ടീഷനും ആൾറെഡി ഈ രണ്ട് സെമി ഗ്രൂപ്പ്, ഇത് രണ്ട് സെമി ഗ്രൂപ്പാണ്. അപ്പോൾ അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ മോണോയിഡ് മാത്രമല്ല, ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ഒരു സെമി ഗ്രൂപ്പ് കൂടിയാണ്. സെമി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോഷറും അസോസിയേറ്റീവും ട്രൂ ആണ്. അപ്പോൾ ഒരു മോണോയിഡ് എന്ന് പറയുമ്പോൾ അതൊരു സെമി ഗ്രൂപ്പാണ്, അതിൻ്റെ കൂടെ ഐഡൻറ്റിറ്റി കണ്ടീഷൻ കൂടി വന്നാൽ അത് മോണോയിഡ്. അങ്ങനെ രണ്ട് കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ രണ്ട് സെറ്റ്, അതായത് മോണോയിഡ് ആകുമ്പോൾ അതിനൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇവിടെ രണ്ട് സെമി ഗ്രൂപ്പ് എടുക്കുമ്പോൾ അതിന് രണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, രണ്ട് മോണോയിഡ് എടുക്കുമ്പോൾ അതിന് രണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ഒന്ന് ഇ മറ്റൊന്ന് ഇ ഡാഷ് എന്നെടുക്കാം. Let us define an isomorphism f from S to T, then f of E is equal to E dash എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ let B be an element of T. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു എലമെൻ്റ് എടുക്കുവാണ്. സിൻസ് ഇതിപ്പോൾ ഇതിൻ്റെ അതായത് ഐസോമോർഫിസം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന 4 കണ്ടീഷൻസ്? വാട്ട് ആർ ദ 4 കണ്ടീഷൻസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് സാറ്റിസ്ഫൈഡ് ഹിയർ? See, isomorphism means 4 conditions has to be satisfied. That means we have to define a function f from S to T with the domain of f is equal to S, f is 1 to 1, f is on to, and f of A star B equal to f of A star dash f of B. These conditions has to be true. Appo since f is on to, that is the condition. So onto condition is already true. There exists an element A in S such that f of A equal to B. This is by definition, we are writing this. By definition, f of A is equal to B. We are writing. For all B belongs to T and A belongs to എന്താണ്? S. ഇത് രണ്ട് കണ്ടീഷനും നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ഇവിടെ ട്രൂ ആയത് കാരണം ദിസ് എ ഈക്വൽ ടു എ സ്റ്റാർ ഇ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി എന്താണ്? ആൾറെഡി ട്രൂ ആണ്. അപ്പോൾ ട്രൂ ആയത് കാരണം ഞാൻ അങ്ങ് എടുത്തിട്ട് എ ഈക്വൽ ടു എ സ്റ്റാർ ഇ എന്ന് ഞാൻ എടുത്തിട്ട് അതിലോട്ട് എഫ് എടുക്കുവാണ്. ടേക്ക് എഫ് ഓൺ ബോത്ത് സൈഡ്സ്. ദാറ്റ് മീൻസ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ സ്റ്റാർ ഇ. ആൾറെഡി ബൈ ഡെഫിനേഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? ഓൺ ടു കണ്ടീഷൻ. കാരണം ഐസോമോർഫിസം ആയത് കാരണം, because why we are assuming on to, remember that it is an isomorphism. Given f is an isomorphism means it is on to. So which means that given f is an isomorphism. Isomorphism means 4 conditions are satisfied. First of all, we have to take a function and domain of f is equal to S. Second one, the condition is it is an on-to function, and also the next one is it is an one-to-one function, and last f of A star B equal to f of A star dash f of B. ഈ 4 കണ്ടീഷൻ ഇവിടെ ട്രൂ ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഐസോമോർഫിസം ആകുമ്പോൾ ഇത് 4th കണ്ടീഷൻ. ഇനി ഒരു കണ്ടീഷൻ എഫ് ഇസ് ഓൺ ടു, ഇനി ഒരു കണ്ടീഷൻ എഫ് ഇസ് 1 to 1. പിന്നെ ഇനി ഒന്നുകൂടി ഉണ്ടല്ലോ, ദാറ്റ് ഇസ് ഡിഫൈൻ എ ഫങ്ഷൻ എഫ് ഫ്രം എസ് ടു ടി സച്ച് ദാറ്റ് ഡൊമൈൻ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എസ്. ഇത്രയും കണ്ടീഷൻസ് ഇവിടെ ആൾറെഡി. അപ്പോൾ ഡെഫിനിഷൻ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മോണോയിഡ് ആകുമ്പോൾ ക്ലോഷർ അസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ട്രൂ ആണ്. അതൊരു മോണോയിഡ് ഒരു സെമി ഗ്രൂപ്പും കൂടിയാണ്. പിന്നെ ഇനി അടുത്തത് എഫ് ഓഫ് എസ് എസ് ടു ടി എന്ന് പറയുമ്പോൾ ഐസോമോർഫിസം എന്ന് പറയുമ്പോൾ ഈ 4 കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ദീസ് 4 കണ്ടീഷൻസ് ഹാസ് ടു ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഐഡൻറ്റിറ്റി ട്രൂ ആയത് കാരണം ഞാൻ എ ഈക്വൽ ടു എ സ്റ്റാർ ഇ എന്ന് എടുക്കുവാണ്. എടുത്തതിന് ശേഷം എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ സ്റ്റാർ ഇ. നൗ ബി ഈക്വൽ ടു എഫ് ഓഫ് എ സ്റ്റാർ ഡാഷ് എഫ് ഓഫ് ബി. സോ എഫ് ഓഫ് എ ഈക്വൽ ടു എന്താണ്? ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമിലർലി എ ഈക്വൽ ടു ഇ സ്റ്റാർ എ. നമുക്ക് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി എന്താണ്? വി നോ ദാറ്റ് എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഇസ് ഈക്വൽ ടു എ. ഇതാണല്ലോ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുത്തിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. കാരണം അതെടുക്കാൻ കാരണം എന്താണ്? ഇറ്റ് ഇസ് ആസ്ക്ഡ് ദാറ്റ് എഫ് ഓഫ് ഇ ഈക്വൽ ടു ഇ സ്റ്റാർ ഇ ഡാഷ്. ഇ ഡാഷ് എന്ന് പറയുമ്പോൾ ഈസ് ദ ഐഡൻറ്റിറ്റി എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് കാരണം നമ്മളിവിടെ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി എടുക്കുവാണ്. എ ഈക്വൽ ടു ഇ സ്റ്റാർ എ. അപ്പോൾ ടേക്ക് എഫ് ഓൺ ബോത്ത് സൈഡ്സ്. ദാറ്റ് മീൻസ് the function on both sides. F of A equal to f of E star A. Now since the 4th property of isomorphism is true, this is true ആയത് കാരണം I can split this function into 2 parts. One is f of E star dash f of A.
എഫ് ഓഫ് ഇ സ്റ്റാർ ഡാഷ് എഫ് ഓഫ് എ ഈക്വൾ ടു എന്താണ് ബി. സോ ദെയർഫോർ നമുക്കിപ്പോൾ വരുന്നത് എന്താണ് വരുന്നത്, ബി ഈക്വൾ ടു ബി സ്റ്റാർ ഡാഷ് എഫ് ഓഫ് ഇ ആൻഡ് ഹിയർ ബി ഈക്വൾ ടു എഫ് ഓഫ് ഇ സ്റ്റാർ ഡാഷ് ബി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരു ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി അല്ലേ പ്രൂവ് ചെയ്യുന്നത്, അതായത് ടിക്കുള്ള ബി എന്ന് പറയുമ്പോൾ എന്താണ്, ഫോർ ഓൾ ബി ബിലോങ്സ് ടു ടി. അപ്പോൾ ഇത് ആർക്കുള്ള ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടിയാണ്, ദ സെറ്റ് ടിക്ക് വരുന്ന, അതായത് ടി കോമ സ്റ്റാർ ഡാഷിന് വരുന്ന ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി എന്നാണ് വരുന്നത്. അപ്പോൾ ടി കോമ സ്റ്റാർ ഡാഷിൻ്റെ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിന് വരുന്ന കണ്ടീഷൻ ബി ഈക്വൾ ടു ബി സ്റ്റാർ ഡാഷ് എഫ് ഓഫ് ഇ സ്റ്റാർ ഡാഷ് ബി. അപ്പോൾ ഇതേപോലെ ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാരണം ഇവിടെ നമ്മൾ പറയുന്നു ഇ ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇതിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണ്, ഇ. അപ്പോൾ അവിടെ ഇ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, അപ്പോൾ ഇവിടെ വരുന്നത് എഫ് ഓഫ് ഇ ആയിരിക്കും ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അതായത് എഫ് ഓഫ് ഇ ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പോൾ നമുക്കൊരു നൊട്ടേഷൻ കൊടുക്കാം സച്ച് ദാറ്റ് ലെറ്റ് us take എഫ് ഓഫ് ഇ ഈക്വൾ ടു, നമുക്ക് ഇങ്ങനെ എടുക്കാം, എഫ് ഓഫ് ഇ ഈക്വൾ ടു സം ഇ ഡാഷ് എന്ന് എടുത്താൽ ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് വിച്ച് ഈസ് യുണീക്ക്. കാരണം ഈ ഐഡൻറ്റിറ്റി എലമെൻറ്റ് യുണീക്കാണ് എന്ന് പറഞ്ഞിട്ട് ഒരു തിയറം തന്നെ വരുന്നുണ്ട്, അതായത് ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ് ആർ ഓൾവേസ് യുണീക്ക്. അപ്പോൾ അത് നേരത്തെ തന്നെ നമ്മളൊരു തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് ഇത് യുണീക്ക് ആയത് കാരണം ഒരേ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ടിക്കും എക്സിസ്റ്റ് ആവുന്നുള്ളൂ, അത് എഫ് ഓഫ് ഇ ഈക്വൾ ടു ഇ ഡാഷ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ദാറ്റ്സ് ഓൾ. So hope you could have understood this video. If you have any doubts, please comment in the comment section. Thank you.